നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ പ്രതി മാർട്ടിൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച 3 പേർ അറസ്റ്റിൽ. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളെയാണ് സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. 100ഓളം സൈറ്റുകളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യാൻ പോലീസ് നിർദ്ദേശം നൽകി. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഇപ്പോൾ ആരൊക്കെയാണ് അറസ്റ്റിലായത്? ഇത് പലരും ഷെയർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് നടപടി എത്തുമെന്നാണോ കരുതേണ്ടത്? അമൃത, നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടും അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത്. നടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് ഇത് സംബന്ധിച്ചൊരു പരാതി പറഞ്ഞിരുന്നു. പിന്നീട് തൃശൂർ DIGക്ക് ഈ പരാതി നൽകുകയും DIG കമ്മീഷണർക്ക് നൽകുകയും കമ്മീഷണർ ഒരു പ്രത്യേക സംഘത്തെ ഇതിന്റെ അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്തിരുന്നു. ആ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് 3 പേരെ ഈ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, ആലപ്പുഴ സ്വദേശികളായ 3 പേരെയാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിരവധി പേരിലേക്ക് ഈ വീഡിയോ പ്രചരിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവർ എന്ന തരത്തിലാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 100ഓളം സൈറ്റുകളിൽ നിന്നും ഈ വീഡിയോ നീക്കം ചെയ്യാൻ തൃശൂർ സിറ്റി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്തവർ ഉടൻ തന്നെ ഇത് ഡിലീറ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശവും തൃശൂർ സിറ്റി പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു 3 അറസ്റ്റ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ വീഡിയോ നേരത്തെ തന്നെ നീക്കം ചെയ്യണമെന്ന് സിറ്റി പോലീസ് പരാതി ലഭിച്ച ദിവസം തന്നെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. അത് ചെയ്യാത്തവർക്കെതിരാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പേർ ഇത് ഷെയർ ചെയ്യാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പും തൃശൂർ സിറ്റി പോലീസ് നൽകുന്നുണ്ട്.